everyone, I'm Neha and this is Christina. So today we're going to talk about the self-sabotaging virus. Just as interesting as it sounds, let's look deep into who this virus is. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും വലിയ ത്രെറ്റ് എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു പ്രകൃതി ദുരന്തം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് മനുഷ്യരായ നമ്മൾ തന്നെയാണ്. മനുഷ്യർ നേച്ചറിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. We stopped to be a part of nature and started to controlling it. We cut down forests, polluted the rivers, poisoned the air, all in the name of progress. വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തന്നെ പെട്ടെന്ന് ഇൻവേഡ് ആയി എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന എന്തോ ഒന്ന്. But have you ever stopped to ask, are we doing the same thing to the earth? ഒരു ഡിയർ അതിന്റെ സർവൈവലിന് വേണ്ടി ഒരു എൻഡിയർ ഫോറസ്റ്റിനെ ഇല്ലാണ്ടാക്കുന്നില്ല. ഒരു പക്ഷി അതിന് പറക്കുന്നതിന് വേണ്ടി സ്കൈനെ പൊല്യൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ നമ്മളോ നമ്മുടെ കംഫോർട്ടിനും ലക്ഷറിക്കും പവറിനും വേണ്ടി ഈ എക്കോസിസ്റ്റം തന്നെയാണ് ഇല്ലാണ്ടാക്കുന്നത്. പക്ഷേ എന്തിന്? ബിക്കോസ് ഓഫ് വൺ വേർഡ്, ഗ്രീഡ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരല്ലാതെ വേറെ ഒരു ജീവജാലങ്ങളും അതിന്റെ സ്വന്തം ഭവനം നശിപ്പിക്കുന്നില്ല. Animals take what they need. Trees give more than they take. Even the smallest insect plays a role in maintaining balance. But as humans, we take and take and take. Remember the time when the world stopped? കോവിഡ് കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കോവിഡ് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ച ഒരു പ്രതിഭാസം തന്നെയായിരുന്നു. ആ ഒരു ചെറിയൊരു വൈറസ് മാത്രം ഈ ലോകത്തെ മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആയ നമ്മളെ അതിന്റെ മുട്ടുമേലാക്കി. It spread, it multiplied and disrupted life across the globe. Greed is what turns intelligence into destruction. ഏറ്റവും ബുദ്ധിമാനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനടക്കം അവന്റെ സ്വന്തം നാശത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിചിത്രം തന്നെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകം പോലും പ്രകൃതിയെ ഒത്തിരി ചൂഷണം ചെയ്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധി പോലും നിശബ്ദമായി അതിനെ കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊരു വിരോധാഭാസം തന്നെ. പക്ഷേ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? If virus destroy humans and humans destroy Earth, then what are we? നമ്മൾ അതേപോലത്തെ ഒരു വൈറസ് ആണ് ഈ ഭൂമി ഇല്ലാണ്ടാക്കാൻ ജനിച്ച ഒരു സൃഷ്ടി. We unknowingly pass down the same principles, greed, overconsumption, exploitation to the next generation. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയെ നശിപ്പിക്കുന്നു എന്നതിലല്ല, മറിച്ച് അത്യാഗ്രഹമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നു എന്നതിലാണ്. Just like a virus spread, we expand endlessly. Just like a virus consumes its host, we consume Earth's resources. Just like a virus, we rarely stop until the damage is done. വൈറസ് ഭൂമിയിൽ നിലനിൽക്കുന്നത് പോലെ മനുഷ്യനില്ലാതായാലും അവനുള്ള അത്യാഗ്രഹം, ആസക്തി, ചൂഷണം എന്നിവ നിലനിൽക്കുന്നു. നമ്മുടെ നിത്യ ഉപയോഗം ആവശ്യത്തിൽ നിന്ന് അത്യാവശ്യത്തിലേക്ക് ചുരുക്കുക, പരിണിത ഫലങ്ങൾ തിരിച്ചറിഞ്ഞ് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. Unlike a virus, we have awareness. നമുക്ക് ചിന്തിക്കാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, and we can choose differently. So what if we start with something simple? Contentment. നമുക്ക് ഉള്ളത്തെ സമ്പത്തി കണ്ടെത്തുകയും എല്ലാത്തിന്റെ പുറകെ പോകാണ്ടിരിക്കുകയും ചെയ്യുക. Imagine a world where humans take only what they need. വളർച്ച എന്നത് നാശത്തിനല്ല, നമ്മുടെ ബുദ്ധി താല്പര്യങ്ങൾ ഉപദ്രവത്തിനല്ല, മറിച്ച് ഉപകാരത്തിനാവണം. ഭൂമിക്ക് നമ്മൾ ആവശ്യമില്ല, എന്നാൽ നമുക്കാണ് ഭൂമി ആവശ്യമുള്ളത്. So the real question is not, are humans a virus? നമ്മൾ ഒരിക്കലും ഒരു വൈറസ് അല്ല. മനുഷ്യൻ ഒരു വഴിത്തിരികിൽ നിൽക്കുന്ന ഒരു വ്യത്യസ്ത വർഗമാണ്. ഒരു വഴി നാശത്തിൻ്റെത്, മറ്റൊന്ന് അറിവിന്റെയും സന്തുലനത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും ഒരു പുതിയ വഴി, ഒരു നൂതന മാർഗം. So the real question is, will we continue to act like a virus? Yes, that's the question.